പേരാവൂരൊരു പിന്നെ അത് സണ്ണി ജോസഫിനൊരു നല്ല സണ്ണി ജോസഫ് ഒരു 5000-നും 10,000-നും വോട്ടിൻ്റെ ഇടയിൽ പേരാവൂരിൽ ജയിച്ചു കയറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ശൈലജ ടീച്ചർ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ അത് ആ മണ്ഡലത്തിലേക്ക് ശൈലജ ടീച്ചറെ കൊടുക്കുന്നതിലൂടെ ആ പാർട്ടി കൊടുക്കുന്ന സന്ദേശം എന്താണ്? ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ മട്ടന്നൂരാണ് വിജയിച്ചത്, അവിടെ തന്നെ കൊടുക്കായിരുന്നു. എന്നിട്ട് സനോജനമാണെങ്കിൽ പേരാവൂരിലേക്ക് ഇടായിരുന്നു, ഫൈറ്റ് ചെയ്ത് ജയിച്ചു പോരുന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു റിസ്ക്കുള്ള സ്ഥലത്ത് വടകര ശൈലജ ടീച്ചർ തോൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ശൈലജ ടീച്ചർ വീണ്ടും ഇനി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പേരാവൂർ ഇടുന്നു. പേരാവൂർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശൈലജ ടീച്ചർക്ക് കയറി പോരാൻ. അപ്പോൾ അതവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അതവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിലൂടെ തന്നെ ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു വലിയൊരു ഫൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ഒരു സൈലൻറ്റ് വേവ് UDF അനുകൂലമായി ഉണ്ടാകുന്നൊരു സന്ദർഭം. അതൊരു വലിയ വേവാണെങ്കിൽ എന്തായാലും ശൈലജ ടീച്ചർക്ക് ഒരു പ്രതീക്ഷ ഒന്നുമില്ല എന്നാണ് എനിക്ക്